നേരം ഒരുപാട് വൈകിയിരുന്നു. അന്നത്തെ എൻ്റെ അവസാനത്തെ ഡെലിവറി ആയിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു ഭക്ഷണപ്പൊതി. ഞാൻ എൻ്റെ അഡ്രസ്സ് ലക്ഷ്യമാക്കി നടന്നു. ഒരു പഴയ 3 നില ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ചെന്ന് ഞാൻ നിന്നു. അതിൻ്റെ കോണിപ്പടി കയറി മുകളിലെത്തി കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. ഒരു പ്രായമായ അമ്മ വന്ന് വാതിൽ തുറന്നു. അമ്മയുടെ മുടിയെല്ലാം നരച്ചിരിക്കുന്നു. ഒരു സ്പെക്സ് വെച്ചിട്ടുണ്ട്. കൈകൾ വിറയ്ക്കുന്നുണ്ട്. ആ അമ്മ എന്നോട് പറഞ്ഞു, ആ ഭക്ഷണപ്പൊതി ഒന്ന് അകത്ത് വെച്ചേക്കുമോ? എൻ്റെ കൈകൾ വിറയ്ക്കുന്നു. ഞാൻ ഭക്ഷണം ആ ടേബിളിൽ കൊണ്ടുവച്ചു. അമ്മ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു, മോൻ 2 മിനിറ്റ് നേരം ഇവിടെ ഒന്ന് ഇരിക്കുമോ? ഞാൻ ഒന്ന് ആലോചിച്ചതിന് ശേഷം ഞാൻ അവിടെ ഇരുന്നു. ഞാൻ ചുറ്റുപാടും നോക്കി. വളരെ നിശബ്ദത. ഒരു ക്ലോക്കിൻ്റെ ടിക് ടിക്കിൻ്റെ ശബ്ദം മാത്രം. അവിടെ കുറേ ചിത്രങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ പതുക്കെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഇടയ്ക്ക് എന്നെ നോക്കി ഒന്ന് മന്ദഹസിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ സാധാരണ അങ്ങനെ ഭക്ഷണമൊന്നും വരുത്തി കഴിക്കാറില്ല. ഇന്നിപ്പം ഒരു മനുഷ്യ ശബ്ദം കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഭക്ഷണം വരുത്തി കഴിക്കുന്നത്. എന്നിട്ട് ആ ചിത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അതെൻ്റെ ഭർത്താവാണ്. 5 വർഷം മുമ്പ് മരണപ്പെട്ടു. അടുത്തിരിക്കുന്നത് എൻ്റെ മകനാണ്. അവൻ കാനഡയിലാണ്. എല്ലാ മാസവും എനിക്ക് പണം അയക്കും. പ്രായമുള്ള ഞങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടത് പണമല്ലല്ലോ മോനെ, മക്കളുടെ സാന്നിധ്യവും സ്നേഹവും കരുണയുമല്ല അല്ലേ. അടുത്തിരിക്കുന്നത് എൻ്റെ മകളാണ്. മകൾ ബാംഗ്ലൂരാണ്. ഭർത്താവുമായി സുഖമായി താമസിക്കും. ഇത് പറയുമ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിയുന്നുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. എന്നിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അമ്മ പെട്ടെന്ന് വാക്കുകൾ നിർത്തിയതുപോലെ എന്നോട് ചോദിച്ചു, മോന് അമ്മയുണ്ടല്ലോ അല്ലേ? പെട്ടെന്ന് ഞാൻ പറഞ്ഞു തലയാട്ടി. എന്നിട്ട് അമ്മ ചോദിച്ചു, അമ്മയെ മോൻ വിളിക്കാറുണ്ടോ? പെട്ടെന്നൊന്ന് ഞെട്ടി. കാരണം എല്ലാ ദിവസവും അമ്മയെ വിളിക്കണമെന്ന് വിചാരിച്ച് ഫോൺ എടുക്കും, പിറ്റേന്നത്തേക്ക് മാറ്റി വയ്ക്കും. അമ്മ വീണ്ടും പറഞ്ഞു, അമ്മയെ എന്നും വിളിക്കണം കേട്ടോ. നിങ്ങളെപ്പോലുള്ളവർ മക്കളെ പ്രതീക്ഷിച്ച് മാത്രമാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് അനിവാര്യമാണ്. അമ്മ അപ്പോഴേക്കും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിരുന്നു. ഞാൻ അതൊക്കെ എഴുന്നേറ്റപ്പോൾ അമ്മ ആ മേശമേലിരുന്ന പേഴ്സിൽ നിന്ന് ഒരു 500 രൂപ എടുത്ത് എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് മോനുള്ള ടിപ്പല്ല കേട്ടോ. മോൻ ഇത്രയും നേരം എനിക്ക് വേണ്ടി ഇവിടെ ചെലവഴിച്ചില്ലേ, അതിനുള്ള വിലയാണ്. ഞാൻ ഈ പണവും നോക്കി അമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കി ചിരിച്ച ശേഷം പെട്ടെന്ന് ബൈക്കിനടുത്തേക്ക് ഓടുകയായിരുന്നു. പെട്ടെന്ന് ഫോൺ എടുത്ത് എൻ്റെ അമ്മയെ വിളിച്ചു. അമ്മ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട്, മോനെ എന്താ ഈ രാത്രിയിൽ, എന്താ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല അമ്മേ. മോൻ ഭക്ഷണം കഴിച്ചോ? എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. എനിക്ക് ഒന്ന് പൊട്ടിക്കരയാൻ തോന്നി. പക്ഷെ അമ്മ അറിയാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തോ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഞാൻ ഒന്ന് പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ് സത്യം. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും അതേ അഡ്രസ്സിൽ നിന്ന് ഒരു ഓർഡർ വന്നു. ഞാൻ ആ അമ്മയെ കാണാമല്ലോ എന്ന് വിചാരിച്ച്, എൻ്റെ അമ്മയല്ല കേട്ടോ, ആ ഫുഡ് ഓർഡർ ചെയ്ത അമ്മയെ കാണാമല്ലോ എന്ന് ഓർത്ത് ഞാൻ നേരെ ആ ഫ്ലാറ്റിലേക്ക് ചെന്നു. അവൾ വാതിൽ തുറന്നത് വേറൊരു സ്ത്രീയായിരുന്നു. ഈ ഭക്ഷണം വാങ്ങിച്ച ശേഷം അവരെനിക്കൊരു കവർ തന്നു. ഈ കവറിൽ 500 രൂപയും ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. മോൻ അന്നിരുന്ന ആ 2 മിനിറ്റില്ലേ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ദിവസമായിരുന്നു. മോൻ എന്നും മോൻ്റെ അമ്മയെ വിളിക്കണം കേട്ടോ, ഒരിക്കലും മറക്കരുത്. ഞങ്ങളെപ്പോലുള്ളവർക്ക്, അച്ഛനും അമ്മയ്ക്കും എന്നും വേണ്ടത് മക്കളുടെ സ്നേഹമാണ്, മക്കളുടെ സാന്നിധ്യമാണ്, മക്കളുടെ കരുണയാണ്. അത് മോൻ പാലിക്കണം കേട്ടോ.